ദുബായിൽ കലിതുള്ളി വന്ന പെരുമഴയുടെ കെടുതികളെ കൂട്ടായ പരിശ്രമത്തിലൂടെ നഗരം അതിജീവിച്ചു. റോഡുകളിലെ വെള്ളക്കെട്ടും തടസ്സങ്ങളുമാണ് ഇപ്രകാരം മികച്ച ഏകോപനത്തിലൂടെ ദുബായ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിച്ചത്. ഇനിയും കാലാവസ്ഥാ വെല്ലുവിളികളെ നേരിടാനുള്ള തയ്യാറെടുപ്പിന് കൂടി മനോവീര്യം പകരുന്നതാണ് ഈ ഒത്തൊരുമ. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. കൂട്ടായ പരിശ്രമത്തിലൂടെയും മുൻകരുതൽ നടപടികളിലൂടെയും റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കാനാകുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ദുബായ് എന്ന നഗരം. കഴിഞ്ഞ ദിവസം പെയ്ത മഴ ദുബായിയെ ഇത്തവണ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. എന്നാലും ഒരു പരീക്ഷണത്തെ എങ്ങനെ നേരിടാമെന്ന് കൂട്ടായ പരിശ്രമത്തിലൂടെ ഇവർ തെളിയിച്ചു. അത്രയ്ക്ക് വേഗത്തിലാണ് മഴയും കാറ്റും വെള്ളക്കെട്ടും നിറഞ്ഞ കാലാവസ്ഥ വെല്ലുവിളികളെ ദുബായ് അധികൃതർ തരണം ചെയ്തത്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ദുബായ് പോലീസ്, ദുബായ് മുനിസിപ്പാലിറ്റി, മുഹമ്മദ് ബിൻ റാഷിദ് ഹൗസിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാർ എന്നിവരുമായി സഹകരിച്ച് ജോയിന്റ് ഓപ്പറേഷൻസ് റൂം ഏകോപിപ്പിച്ചാണ് ഈ അടിയന്തര സേവനം നടത്തിയത്. 2500-ലധികം ഉദ്യോഗസ്ഥർ, 60 സാങ്കേതിക സംവിധാനങ്ങൾ, 360 വാട്ടർ ടാങ്കറുകൾ, 325 ഫിക്സഡ് പമ്പുകൾ, ഗതാഗതം വഴിതിരിച്ചുവിടാൻ പ്രത്യേക വാഹനങ്ങൾ എന്നിവയുമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു നഗരം വീണ്ടെടുത്തു. സ്വദേശികൾക്കൊപ്പം മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളും ചേർന്ന് നിന്നതോടെ ഈ അറബ് നാട് വീണ്ടും ഒത്തൊരുമയോടെ മറ്റൊരു മഴക്കെടുതിയെ അതിജീവിച്ചു. കാലവർഷം കനത്താൽ ഉടൻ പ്രളയ ഫണ്ടും ദുരിതാശ്വാസ ഫണ്ടുമായി പിരിവ് നടത്തുന്ന പുതിയ കാലത്ത് വേറിട്ട മാതൃകയാണ് ഈ സഹകരണം. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show. Exclusively on Jayhind TV. Stay tuned for the 1000 countdown.